Welcome to Malayali KitchenWorld. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൈര് ചേർത്തുണ്ടാക്കിയ മത്തങ്ങ കറിയാണ്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. തൈര് ചേർത്ത മത്തങ്ങ കറിയിലേക്ക് എന്തൊക്കെ ചേർക്കണം നമുക്ക് നോക്കാം. 1 കിലോ മത്തങ്ങയാണ്, 1 ഗ്ലാസ് തൈര്, നാളികേരം ഒരു 1/4 മുറി അല്ലെങ്കിൽ അരമുറി ആയാലും മതി, കുറച്ച് ഉപ്പ് വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേപ്പില, ഇഞ്ചി ചതച്ചത്, കുറച്ച് പച്ചമുളക്, 2 ചുമന്നുള്ളി അരിഞ്ഞത് വേണം, പിന്നെ ഒരു 2, 3, 4 അല്ലി വെളുത്തുള്ളി വേണം. നമുക്കിനി മോര് ചേർത്ത മത്തങ്ങ കറി തയ്യാറാക്കാൻ നോക്കാം. അതിനായി ഒരു പാത്രം വെക്കുക. നമ്മളെ തൊലി കളഞ്ഞ് നുറുക്കി കഴുകി വെച്ച മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വേപ്പില ചേർക്കാം. ഇഞ്ചി ചതച്ചത് ചേർക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് നാളികേരം നല്ലപോലെ അരച്ചെടുക്കണം. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് നാളികേരത്തിലേക്ക് ഒരു 1/4 സ്പൂണ് നല്ല ജീരകം ചേർക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഒരു 3-4 ചുള വെളുത്തുള്ളി മതി, 3-4 അല്ലി, 2 ചുള ചുവന്നുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇത് നന്നായിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം, നന്നായി അരയണം. മത്തങ്ങ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടി നമ്മൾ തിളപ്പിക്കണം, ഒരു തളം കൂടി തിളക്കണം. ഇപ്പോൾ മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട്, കാരണം ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് തിളപ്പിച്ചാൽ മതി. തൈര് ചേർത്തിട്ട് ഇപ്പോൾ നമ്മൾ മത്തങ്ങ ഇപ്പോൾ തള വന്നിട്ടുണ്ട്. എന്നില്ല ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ഉപ്പും മുളകൊക്കെ പാകമാണെന്ന് നോക്കിയേക്കാം. ഇത് ഈ നാളികേരം ഒന്ന് തിളയ്ക്കണം. ഒരു നുള്ളും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ തിളയ്ക്കണം. നമ്മുടെ തൈര് ചേർത്ത മത്തങ്കറി ഇപ്പോൾ നാളികേരം ചേർത്തിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒന്നുകൂടി ഒരു നല്ല തിളച്ചിട്ട് നമുക്ക് ഇറക്കാം. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി കടുക് വറുക്കാനായിട്ടൊരു പാത്രം വയ്ക്കാം. തീ കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് നുള്ള് ഒരു 1/4 ടീസ്പൂണ് മതിയാകും. 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കും. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കും.
വേപ്പിലത്തറ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കടുക് ഇട്ടണം. അപ്പോൾ നമ്മുടെ തൈര് ചേർത്ത മത്തങ്ങ കറി തയ്യാറായി. ഈ തൈര് ചേർത്തുണ്ടാക്കിയ മത്തങ്ങ കറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഐറ്റമുമായി നമുക്ക് വീണ്ടും കാണാം.